ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ 29ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അടിതൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും എന്നാണ് പറഞ്ഞത്. അടിതൊട്ടു മൗലിയന്തം, മൗലിയെന്ന് വെച്ചാൽ തലവരെ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി അറിയുന്നത്, ആ അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ആദിമധ്യാന്തങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായി അറിയുന്ന അറിവിനെയാണ്, ആ ബോധത്തെയാണ് തുര്യബോധം എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യന് അതുവരെ ചെന്നെത്തുന്നില്ല. അതുവരെ ചെന്നെത്താൻ കഴിയും. അതിനു വേണ്ടിയാണ് ഈ ശ്ലോകങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത് ഗുരു. വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ അറിയുന്ന അറിവ്, നിങ്ങൾ സാധാരണ വ്യവഹാരത്തിൽ ലൗകിക ജീവിതത്തിൽ പറയുന്ന കണ്ടെത്തുന്ന അറിവ് ഈ അറിവല്ല. ഗുരു അറിവ് എന്ന് പറയുന്നത് ആ ശുദ്ധമായ ബോധത്തെയാണ്. അതിൽ ഒരു ചിന്തകളോ ഒന്നുമില്ല. ആ ചിന്തകളൊന്നും ഇല്ലാത്ത ആ ബോധത്തിലേക്ക്, നിശ്ചലമായ അമൃതായ ആനന്ദമായ ആ അഖണ്ഡ ബോധത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്തുന്നതിന് വേണ്ട ഒരു കാര്യം, രീതിശാസ്ത്രം തന്നെയാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാൻ. ശ്ലോകം ഇങ്ങനെയാണ്: മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലായിൽ മായാ അനൂരുവിട്ടും ഇരിക്കിൽ മായമാറും. നിങ്ങൾ മനമലർ കൊയ്യണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. മനസ്സാകുന്ന ആ മലരിനെ, പൂവിനെ കൊയ്തെടുക്കണം. നമ്മൾ പൂ ഇറുക്കുക അല്ല, കൊയ്തെടുക്കണമെന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. കൊയ്യുക. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാമരൂപങ്ങളുടെ പ്രവാഹമാണ്, ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. സങ്കല്പം, അതിന് വാസനാതലമുണ്ട്, സങ്കല്പതലമുണ്ട്. രണ്ട് തലങ്ങൾ അതിനുണ്ട്. വാസന എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ വിത്ത് പോലെ ആണ്. സങ്കല്പതലം എന്ന് പറയുന്നത് വൃക്ഷം പോലെ. വിത്തും വൃക്ഷവും പോലെയാണ് വാസനയും സങ്കല്പതലം. നമ്മുടെ ഉള്ളിലൊരു വാസന ഉണ്ടായിരിക്കും, ആഗ്രഹങ്ങളും ആശകളൊക്കെ ഉണ്ട്. അതാണ് ബുദ്ധൻ ഭഗവാൻ പറയുന്ന ആശയം നശിപ്പിക്കണം. ആശയം നശിപ്പിച്ചാൽ എല്ലാം നമുക്ക് നേടാൻ സാധിക്കും. അപ്പോൾ പല പല ആശകൾ നമ്മുടെ ഉള്ളിൽ പൊട്ടുപൊട്ടായിട്ട് കിടക്കും. അതിൻ്റെ സങ്കല്പ രൂപമാണ് ഓരോരുത്തരുടെയും ജീവിതം. അപ്പോൾ നമുക്ക് ഈ സത്യം അറിയണമെങ്കിൽ, എനിക്കിതൊന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ ഗുരുക്കന്മാരിവിടെ വന്ന് പല പ്രാവശ്യം എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നത് ഒന്ന് തന്നെയാണ്, ഈ സത്യത്തെ കണ്ടെത്തണം. പിന്നെ പുരോഹിതന്മാരാണ് അതിനെ വളച്ചൊടിച്ച് മറ്റുള്ള മതത്തിനോട് എതിർപ്പുണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സത്യത്തെ കണ്ടെത്തുക, ആ സത്യത്തിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുക, ജീവിതം മനോഹരമാക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സാകുന്ന മലർ കൊയ്യണം, അടിതൊട്ട് കൊയ്യണം. അതിൻ്റെ വേര്, അതിൻ്റെ വിത്തിൻ്റെ ഒരംശവും അവിടെ കാണരുത്. ആ മലരാണ് നിങ്ങൾ. അപ്പോൾ ഈ മലരിന് എന്താണ് പ്രത്യേകത? ഒരു പൂവിനെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആകർഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. പൂവിൽ അഴുക്കൊന്നും പറ്റിയിരിക്കുന്നില്ല. നമ്മുടെ മനസ്സാകുന്ന പൂവിൽ പല പല ചിന്തകളാണ്. രാഗം, വെറുപ്പ്, അസൂയ, പല പല ആശങ്കകൾ, ഭയം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അവസാനം ആരുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകൾ. എനിക്ക് ആരുമില്ല, ഞാൻ അനാഥയാണ് എന്നൊക്കെ ഉള്ള ചിന്തകളും വിഹ്വലതകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഭഗവാൻ അർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പൂവിനെ നമ്മൾ കാണുമ്പോൾ അതിന് അതിൻ്റെ നിറം, അതിൻ്റെ പരിശുദ്ധി, ആ ശുചിത്വം, ഇതെല്ലാം, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ ശീതളിമ, ഇതെല്ലാം നമുക്കൊന്ന് തൊട്ടു നോക്കാനും മണപ്പിച്ചു നോക്കാനും അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിനെ ആക്കിയെടുക്കാൻ പറ്റും. ഇവിടെയുള്ള എത്രയോ യോഗിവര്യന്മാർ അത് നേടിയെടുത്തിരിക്കുന്നു. എത്രയോ അല്ലാത്ത സാധാരണ ജനങ്ങളും ഇത് നേടിയെടുത്തിട്ട് ഒളിച്ചു വച്ചിരിക്കുകയാണ്. അവർ അടുത്ത് വരുന്നവർക്ക് ചിലർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ ജീവിതം മനോഹരമാക്കാൻ നിങ്ങളുടെ മനസ്സിനെ മലരാക്കിയാൽ സാധിക്കും. അപ്പം
നിങ്ങൾ ആദ്യം തന്നെ മനസ്സിനെ പറഞ്ഞ് 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 പഠിപ്പിക്കണം. ഞാൻ അനന്തമായ ശക്തിവിശേഷമാണ്. എന്നിൽ അന്തർലീനമായ ഒളിഞ്ഞിരിക്കുന്ന അതിശയകരമായ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ പുറത്തെടുക്കാനാണ് ഈ മനുഷ്യജന്മം. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. വിവേകാനന്ദ സ്വാമിയൊക്കെ അതാണ് പറയുന്നത്. അവരവരുടെ ഉള്ളിൽ കുട്ടികളുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ. അല്ലാതെ കാണാതെ പഠിച്ച് അറിവ് നേടുക എന്നുള്ളതല്ല. കാണാതെ പഠിക്കാനുള്ള കഴിവിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മൾ മാർക്കിടുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറം ഒരു മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ, പൂർണ്ണ മനുഷ്യനാക്കി മറ്റുള്ളവരെയും സ്നേഹിക്കാനും ഒക്കെ കഴിയാനുള്ള ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. അപ്പം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ചിലർക്ക് പേടിയുള്ള ആളുകൾക്ക് തന്നെ നമ്മൾ ഒരു ആത്മീയമായ ഉയർന്ന ഒരാൾ ഞാൻ ശക്തിയാണ് എന്ന് പറയുമ്പോൾ 3 ദിവസം കൊണ്ട് മാറ്റം വന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരാൾ പറയുമ്പോൾ അതിനെ പൂർണ്ണമായി വിശ്വസിക്കുക. ആ വിശ്വാസത്തിലൂടെ നമുക്ക് നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കാനും, നമ്മുടെ മാനസിക രോഗം ഡോക്ടർമാർ മാറില്ല എന്ന് പറയുന്ന രോഗത്തെ പോലും മാറ്റിയെടുക്കാനും അത്ഭുതം സൃഷ്ടിക്കാനും ഈ യോഗിമാർക്ക് സാധിക്കും. അതിൽ 2 കൂട്ടരുടെ ഒരാളിൻ്റെ മാത്രം കഴിവല്ല. അപ്പോൾ ആ രീതി നമ്മുടെ മനസ്സിനെ മലരാക്കുക എന്നുള്ളതാണ്. അതാണ് മലർ കൊയ്ത് ആർക്കാണ് അർപ്പിക്കാനുള്ളത്? ഒരു പ്രതിഷ്ഠയ്ക്കല്ല നമ്മൾ അർപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ അനന്തമായ ബോധശക്തിക്കാണ് നമ്മൾ അർപ്പിക്കാനുള്ളത്. അതാണ് മഹത്തായ ഈശൻ എന്ന് വെച്ചാൽ പ്രാണനാണ്. വരൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠത ഉള്ളവനാണ്. ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് വരൻ. ആ പ്രാണന് പോലും ശ്രേഷ്ഠനായിട്ടുള്ളവനാണ് ഈശ്വരൻ എന്ന് പറയുന്നു. ആ മഹത്തായ ആ ഈശ്വരൻ അത് പൂജ ചെയ്യണം. അതാണ് പറയുന്നത്. മഹേശന് പൂജ ചെയ്യും. നിങ്ങൾ അർപ്പിക്കുന്നത് വളരെ വിനയത്തോടു കൂടിയാണ് നമ്മൾ അർപ്പിക്കാനുള്ളത്. നമ്മുടെ സ്വഭാവം നല്ലതാകുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും തലകുനിക്കുന്നതിന് നമുക്ക് വിഷമമില്ല. വളരെ വിനയത്തോടു കൂടി. അപ്പോൾ മഹേശന് പൂജ ചെയ്യുന്നതും അതേപോലെ ഒരു സമർപ്പണ ഭാവത്തിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. ആ മനുജന് പിന്നീട് മറ്റൊരു വേല ചെയ്തിടേണ്ട, അമ്പലത്തിലോ വേറെ എവിടെയോ കൊണ്ട് പൈസ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലെ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ക്ഷേത്രം. നമ്മൾ ശുദ്ധമായി വരുമ്പോൾ അവിടുത്തെ തൂണുകളോ കൽച്ചുവരുകളോ ഒന്നും പ്രകാശിക്കില്ല. നമ്മുടെ ഉള്ളിൽ കോടാനുകോടി കോശുകളും എല്ലാം പ്രകാശമായി അങ്ങ് മാറും. അപ്പോൾ പ്രകാശമായി മാറുമ്പോൾ ഏറ്റവും വലിയ ക്ഷേത്രം നമ്മുടേത് തന്നെയാണ്. ആ മഹത്തായ പ്രതിഷ്ഠ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ആ മഹത്തായ പ്രതിഷ്ഠയിലാണ് ഈ പിന്നീട് മനസ്സുകൊണ്ടുവന്ന് പൂജ അർപ്പിക്കേണ്ടത്. അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. രാധ എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ പ്രതീകമാണ്. ഏതു സമയത്തും കൃഷ്ണനെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ കഥകളിലൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ആശയം മനസ്സിലാക്കണം. ഏതു സമയത്തും കൃഷ്ണനെ പറ്റിയുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ചെറ്റക്കുടിലിരിക്കുന്ന രാധ. നമ്മളും നമ്മുടെ മനസ്സിൽ മുഴുവനും ദുഃഖം വരുമ്പോഴല്ല, നല്ല സമയത്ത് ഏത് സമയത്തും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നിട്ട് ഞാൻ ശക്തയാണ് എന്ന് പറഞ്ഞ് സത്യം ചെയ്യാനും ദാനം ചെയ്യാനും ദയ ഉണ്ടാകാനും ശൗചം ഉണ്ടാകാനും നിങ്ങൾക്ക് കഴിയും. അതാണ് സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത്. കാളയ്ക്ക് 4 കാലുണ്ട്, 4 പാദമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു കാളയ്ക്ക് 4 സത്യം, ദാനം, ദയ. ദാനം ചെയ്യാനുള്ളത് വരുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാവരോടും ദയ തോന്നും. നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മുടെ മനസ്സിനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്നത് മുഴുവനും ചെടികളും എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ചിന്ത നമുക്ക് വരും. അപ്പോൾ നമുക്ക് ദാനം ചെയ്യാനുള്ള, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സഹായിക്ക് നമ്മൾ ദാനം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിൽ നിന്ന് കൂടുതൽ സേവനം നമ്മൾ ആഗ്രഹിച്ചിട്ടാണ്. അവിടെ നമുക്കൊരു സ്വാർത്ഥതയുണ്ട്. നമുക്കറിയാത്ത ആളുകൾക്ക്, ഇവിടെ ദുഃഖിതരായിട്ടുള്ള അവർക്ക് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ അകൃതിയായിട്ട് ഞാനല്ല ചെയ്യുന്ന എന്ന ഭാവത്തിൽ നിങ്ങൾ ദാനം ചെയ്യുക ആണെങ്കിൽ അതാണ് ഏറ്റവും വലുത്. മറ്റൊന്ന് ശൗചം എന്ന് പറയുന്ന ശുചിത്വം. മനസ്സിന് ശുചി ഉണ്ടാകുക. ബാഹ്യമായി ശരീരം കുളിക്കുക എന്നുള്ളതല്ല, മനസ്സിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുക.
സ്നേഹവും സത്യവും ദയയും കരുണയും ആർദ്രതയും ആർജവവും ഇങ്ങനെയുള്ള എല്ലാ ക്ഷമയും എല്ലാം വന്ന് നിസ്വാർത്ഥമായ അവസ്ഥയുണ്ടാകുന്നത് തന്നെയാണ് മനസ്സിൻ്റെ ശുദ്ധി. അങ്ങനെ മനസ്സ് നിങ്ങൾ നിഷ്പക്ഷമായി ആലോചിക്കണം. ഞാൻ അങ്ങനെയാണോ എന്ന് വേറെ ആരെയും കാണിക്കാനും പറയാനുമല്ല. അങ്ങനെ ആലോചിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ ചെന്ന് ചേരുന്നു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഇതാണ് എല്ലാ ഗുരുക്കന്മാരും പറയുന്നത്. ഇവിടെ ഗുരുദേവൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ മനസ്സിനെ അറുത്ത് മഹത്തായ ആ ഈശ്വരന് പൂജ ചെയ്യണം എന്നാണ്. അങ്ങനെയുള്ള മറ്റൊരു വേലയും ചെയ്യണ്ട. നിങ്ങൾ പൈസ ഇടുകയോ നിങ്ങൾ ഫലം അർപ്പിക്കുകയോ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ഏറ്റവും മഹത്തായ കർമ്മം ഇതാണ് എന്ന് ഗുരു അടിവരയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കിതിന് പറ്റൂല്ലെങ്കിൽ വനമലർ കൊയ്തും, അവിടെ വനമലർ കൊയ്തു എന്ന് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിനു മുമ്പുള്ള മഹേശ പൂജ ചെയ്യണം. നിങ്ങൾക്ക് മഹേശ്വരനെ പൂജ ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അതിനും പറ്റിയില്ലെങ്കിൽ, അതല്ലായെങ്കിൽ വേറൊരു മാർഗം പറഞ്ഞു തരികയാണ്. അതല്ലായെങ്കിൽ മായാ അനുരു വിട്ടുമിരിക്കിൽ മായ മാറും. മായാം അനു എന്നാണ്. മനു എന്നാണ് അവിടെ. മായാം അനു എന്ന് വെച്ചാൽ അനുരണനം. ഒരു മണിയടിക്കുന്നു, അതിൽ നിന്ന് വീണ്ടും എന്നുള്ള നാദം അടിച്ചു കഴിഞ്ഞാലും അനുരണനം എന്നാണ് പറയുന്നത്. മായയിൽ പിന്തുടരുമ്പോൾ നിങ്ങൾ മായയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അവിദ്യയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ആ മായ പിന്തുടരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ആ മായാം ഉരുവിട്ടും ആ മായയിൽ പിന്തുടരുമ്പോൾ തന്നെ അവിദ്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ വിദ്യയിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ മന്ത്രം ജപിക്കണം. ഏതെങ്കിലും ഒരു മന്ത്രം, ഓം നമ ശിവായ, ഓം നമോ ഭഗവതേ വാസുദേവയ, ആമേൻ ആമീൻ ആമീൻ ആമീൻ, ഏത് മന്ത്രം ജപിച്ചാലും ഒരേ ഗുണം തന്നെയാണ് ഉള്ളത്. എല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ പലരും പറയും, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ദേഷ്യപ്പെടുന്നു, മകൻ ചീത്ത പറയുന്നു എന്നൊക്കെ പറയും. അപ്പോൾ വന്ന് പറയുമ്പോൾ പറയാറുണ്ട്, കാരണം ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഷീൽഡ് ഇടുക, ഒരു കവചം ഇടുക. അപ്പോൾ ആ ആളിൻ്റെ മുഖത്തിൻ്റെ കണ്ണിൻ്റെ ഭാവം, ചുണ്ടിൻ്റെ ഭാവം, കൈയുടെ ഗോഷ്ഠി, അവരെന്തെല്ലാം വികൃതമായ ഭാവമാണ് കാണുന്നത്. സിനിമയെക്കാളൊന്ന് കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിൽ ശ്രദ്ധ വരുമ്പോൾ ഈ വാക്കുകൾ അധികം നിങ്ങളുടെ മനസ്സിലേക്ക് കൂരമ്പ് പോലെ വന്ന് തിറക്കില്ല. നിങ്ങൾ പിന്നെ പതുക്കെ ഈ മനസ്സിനെ വ്യത്യാസപ്പെടുത്തി വരുമ്പോൾ ഏതിനെയും ക്ഷമയോടുകൂടി, ക്ഷമ എന്ന് പറയുമ്പോൾ സഹനം, കരച്ചിലോ ഒന്നുമില്ലാതെ സഹിക്കാനുള്ള ഒരു കഴിവ്, ആ കഴിവ് ഈ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ഉള്ളതാകണം ജീവിതം ഏറ്റവും മനോഹരമാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിങ്ങൾ ഈ അനശ്വരതയിലേക്ക് പോകാൻ നിങ്ങൾക്ക് എപ്പോഴും മായ എന്ന് പറയുന്നത് അറിയാം. അത് അല്ല, അത് എന്ന് വെച്ചാൽ ഇവിടെ സത്യമുണ്ട്. അതല്ലാത്തതാണ് മായ എന്ന് പറയുന്നത്. മായം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ സത്യത്തിലേക്ക് പോകാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. നിങ്ങളുടെ മനസ്സിനെ സ്ഫുടമായി അറിയാനുള്ള കഴിവ്, ശുദ്ധീകരിക്കാനുള്ള കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ. നന്ദി.